പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിൽ പ്രധാനമായും ദൈവവേലക്കാരെ ഊന്നിക്കൊണ്ടാണ് അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനകരമായതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് മറിയയുടെയും മാർത്തയുടെയും ജീവിതത്തെക്കുറിച്ചാണ്. മറിയയുടെ ജീവിതം ഒരു ധ്യാനാത്മക ഒരു ജീവിതമാണ്. എന്നാൽ മാർത്തയുടെ ജീവിതം എന്ന് പറയുന്നത് വർക്ക് ഓറിയൻറ്റഡ് ലൈഫാണ്, പ്രവൃത്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ്. അതിൻ്റെ ദോഷവശങ്ങൾ ഗുണവശങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു. ഞാൻ പല ദൈവദാസന്മാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവരുടെ ജീവിതത്തിൽ ഒരു എംപ്റ്റിനെസ് ഉണ്ട്, ഒരു ശൂന്യത, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. തങ്ങൾക്ക് എന്തോ വേണം, അത് കിട്ടിയില്ല എന്നുള്ള ഒരു ശൂന്യത. അപ്പൊ ദൈവദാസന്മാർ അങ്ങനെയുള്ള ആ ശൂന്യതയെ നികത്തുവാനായി അവർ പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ശൂന്യത നികത്തണമോ അതുകൊണ്ടല്ല നികത്തുന്നത്, മറ്റെന്തോ കൊണ്ട്, തെറ്റായതുകൊണ്ട്, ശരിയായതല്ലാത്തത് കൊണ്ട് അവരുടെ ശൂന്യതയെ നികത്തുകയാണ്. ഒന്നാമതായി എക്സലൻസി, മിടുക്കനാകണം, ഏറ്റവും നല്ല പാസ്റ്ററാകണം, ഏറ്റവും നല്ല സുവിശേഷകനാകണം. എന്തുകൊണ്ടാണ് അങ്ങനെ ആകണം എന്ന് പറയുന്നത്? അവരുടെ ഉള്ളിലുള്ള ശൂന്യതയെ അവർ നികത്താൻ വേണ്ടി ശ്രമിക്കുക. ബൈബിളിൽ ഒന്നും അങ്ങനെയുള്ളൊരു പ്രയോഗമില്ല. ശിഷ്യന്മാരുടെ ഇടയിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വഴക്ക് എന്ന് പറയുന്നത്, ഞങ്ങളിൽ വലിയവൻ ആര് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനെ യേശു അനുമോദിക്കുകയല്ല, യേശു അതിനെ ശാസിക്കുകയാണ്. സഭാപ്രസംഗി 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ഈ പറയുന്ന എക്സലൻസിയും ഫസ്റ്റ് റാങ്ക് മേടിക്കണമെന്ന് പറയുന്ന പരിപാടിയൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ അതിനെ പലപ്പോഴും ആത്മീകവൽക്കരിക്കും. നമ്മുടെ ഒരു രീതിയാണ് ജഡികമായ കാര്യങ്ങളെ ആത്മീകവൽക്കരിക്കുക. ഇവിടെ ശലോമോൻ പറയുകയാണ്, ഒരുവന് മറ്റൊരുവനോടുള്ള അസൂയയിൽ നിന്നാണ് ഈ എക്സലൻസി ഉണ്ടാകുന്നത്, മിടുക്കുണ്ടാകുന്നത്. ഈ മിടുക്കന്മാർക്ക് മിടുക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അവരാകെ തകർന്ന് തരിപ്പണമായി പോകും. ഉള്ളിൽ അസൂയ ഉണ്ടാകുന്നു. ഈ അസൂയയ്ക്ക് വലിയ ശക്തിയാണ്. അതിനെ മുന്നേറാൻ കഴിയും, അതിന് മുന്നോട്ട് പോകാൻ കഴിയും. എന്തുകൊണ്ടാണ്? നല്ല ഒരു പ്രസംഗകനാകണം. എന്താ ഈ നല്ല പ്രസംഗൻ എന്ന് പറഞ്ഞത്? നല്ല പ്രസംഗകൻ എന്ന് പറയുന്നത് കയ്യടി കിട്ടുന്ന പ്രസംഗം. ഞാനിപ്പോൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ എന്താ ഉദ്ദേശം? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും ആ ഗിഫ്റ്റ് ഇല്ല. ഇപ്പം എനിക്ക് ബൈബിൾ ടീച്ചിങ്ങിനുള്ളൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന കാരണത്താൽ ഞാൻ മാത്രമല്ല ഈ ലോകത്തിൽ വിജയിച്ച ആളോ സുവിശേഷ വേല ചെയ്യാൻ പറ്റുന്ന ആളോ. വേദോസം അങ്ങനെയല്ലോ പഠിപ്പിക്കുന്നത്. വ്യത്യസ്തമായ കൃപാവരങ്ങളാൽ നമ്മെ നിറച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു സാധു സ്ത്രീയാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഒരു സാധു സ്ത്രീയാണ്. വിദ്യാഭ്യാസമില്ല, ലോകപരിചയമില്ല. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ആകെ അറിയാവുന്നൊരു കാര്യം ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. ഈ 18-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുന്നവരെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് നിലവിളിച്ചു.
അപ്പം എനിക്കുള്ള പല കഴിവുകളും എൻ്റെ അമ്മയ്ക്കില്ല എന്ന കാരണത്താൽ എൻ്റെ അമ്മ പ്രയോജനമില്ലാത്തൊരു സ്ത്രീ ആയിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഗിഫ്റ്റ് അത് എൻ്റെ അമ്മ പ്രയോജനപ്പെടുത്തി. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ എക്സലൻസി, മിടുക്കനാകണമെന്നുള്ള ചിന്ത വരുന്നത്? അത് നമ്മുടെ എംപ്റ്റിനെസ് ഫില്ല് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവൻ ഇരുന്ന ശേഷം 12 പേരെയും വിളിച്ചു, എന്നിട്ട് പറയുകയാണ്, ഒരുവൻ ഒന്നാമൻ ആകുവാൻ ഇച്ഛിച്ചാൽ, ഫസ്റ്റ് റാങ്ക്, എക്സലൻ്റ്, ഒരുവൻ ഒന്നാമകൻ ആകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും അവസാനത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം. നമ്മൾ ഫിലോസഫി കേട്ട് ജീവിക്കേണ്ടവരല്ല, സൈക്കോളജി കേട്ട് ജീവിക്കേണ്ടവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട്, കർത്താവിൻ്റെ വായ്മൊഴികളെ കേട്ട് ജീവിക്കേണ്ടവരാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നിനക്ക് ഒന്നാമനാകണോ, നിനക്ക് ഫസ്റ്റ് റാങ്ക് വേണോ, നിനക്ക് മിടുക്കനാകണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ എല്ലാവരുടെയും ശുശ്രൂഷകനായാൽ മതി. ശുശ്രൂഷകനായി കഴിയുമ്പോൾ, ആത്മാർത്ഥമായി ശുശ്രൂഷകനായി കഴിയുമ്പോൾ ഈ ഒന്നാമനാകാനുള്ള ആഗ്രഹമൊക്കെ നമ്മളിൽ നിന്ന് പോകും. ഞാൻ ഈ ഫസ്റ്റ് റാങ്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, ബൈബിളിൽ എവിടെ നിന്നാണ് ഈ ടീച്ചിങ് നിങ്ങൾ കാണുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കും, മോനെ നീ ഫസ്റ്റ് റാങ്ക് മേടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ടുവരണം. പിന്നെ അന്ന് മുതൽ അവൻ അസൂയയാണ്, അവന് ടെൻഷനാണ്, വീട്ടിൽ ബഹളമാണ്, യുദ്ധമാണ്. പിന്നെ അധികം താമസിയാതെ സ്വർഗമാകേണ്ട ഭവനം നരകമാകും. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്, നോട്ട് ഫസ്റ്റ് റാങ്ക്. ഇപ്പം എൻ്റെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കേണ്ടത്, മക്കളെ നിങ്ങൾ വിശ്വസ്തരാകണം, ബി ഫെയ്ത്ത്ഫുൾ. ഈ ഫെയ്ത്ത്ഫുൾ ആയാൽ ഫസ്റ്റ് റാങ്ക് വരണമെന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്. ഒരുപക്ഷെ രാവിലെ തൊട്ട് ഉച്ച വരെയും ഞാൻ പഠിച്ച കാര്യം ഉച്ച കഴിയുമ്പോൾ മറന്നു പോകാം. അതേ കാര്യം തന്നെ ഒരു 10 മിനിറ്റ് വേറൊരുത്തൻ പഠിച്ചാൽ അവനെല്ലാം ഓർത്തിരിക്കും. എനിക്ക് അറിയാം, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഓർമ്മ കുറവാണ്, അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പഠിക്കും. അപ്പം ഞാൻ പഠിക്കുന്നത് കേട്ടിട്ട് അതിലെ നടന്നു പോയ ഒരുത്തൻ എന്നെക്കൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റാങ്കിൻ്റെ വിഷയമൊന്നുമില്ല. കർത്താവ് അങ്ങനെ ചോദിക്കുന്നില്ല. കർത്താവ് അത് ഫെയ്ത്ത്ഫുൾ. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മറ്റുള്ളവരുടെ ദാസനായി തീരട്ടെ. എവിടെ നിന്നാണ് നമ്മുടെ ഇടയിൽ ഇത്രമാത്രം മത്സരമുണ്ടാകുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ സഭയിലുള്ള വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമല്ല. അത് കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ സന്തോഷിക്കണം. ദാവീദ് ജനങ്ങളെ എണ്ണിയപ്പോൾ എന്തായിരുന്നോ മനോഭാവം, അതേ മനോഭാവം ദൈവം വളരെ ദുഃഖിച്ചു. ആ കാര്യത്തിൽ ദൈവം അവനെ ശിക്ഷിക്കുകയാണ്. എന്താണ്? ദാവീദ് എന്തിനാണ് ജനങ്ങളെ എണ്ണിയത്? എണ്ണിയിട്ട് എൻ്റെ വാഴ്ചയുടെ കാലത്ത് എത്ര ജനങ്ങൾ ഉണ്ടായി എന്ന് അറിഞ്ഞ് സ്വയത്തിലൊരു സന്തോഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ എംപ്റ്റിനെസ്സിനെ, ശൂന്യതയെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കാര്യം എക്സലൻസി, മിടുക്ക്. മറ്റുള്ളവരുടെ മുൻപിൽ നാം മിടുക്കനാകുക. അപ്പം നമുക്ക് തോന്നും, നമുക്ക് തൃപ്തിയാകും, നമ്മൾ മറ്റുള്ളവരെക്കാൾ മിടുക്കരാണ്. ഈ മിടുക്കനാകാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം, നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഷോ ഓഫ് മിനിസ്ട്രി, കാണിക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഈ ചില സമയത്ത് ചില വാർത്തകൾ കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? കോപമാണോ, നിരാശയാണോ, വിഷമാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഒരു വാർത്ത വായിച്ചു. ഒരു ക്രിസ്തീയ സംഘടന 1 ലക്ഷം രൂപ കോവിഡിന് വേണ്ടിയാണോ എന്തിനാന്ന് അറിയത്തില്ല, ഗവൺമെൻറ് കൊടുക്കുക. അത് കൊടുത്താൽ മതി. അത് പബ്ലിക് അനൗൺസ് ചെയ്ത് മനോരമയിൽ ഇട്ടിട്ട്. കർത്താവ് എന്താ പഠിപ്പിച്ചത്? കർത്താവ് പഠിപ്പിച്ചത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അതെന്ത് ന്യായീകരണം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അത് പരസ്യമാക്കിയിട്ട് എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞാൽ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. മനുഷ്യർ കാണേണ്ടതിന്, അല്ലെങ്കിൽ മനുഷ്യരെ കാണിക്കേണ്ടതിന് നിങ്ങൾ ഒന്നും ചെയ്യരുത്.
പ്രത്യേകിച്ചും കാരുണ്യ പ്രവർത്തനങ്ങൾ, നീതി പ്രവർത്തനങ്ങൾ. അന്നത്തെ പരീശന്മാരുടെ ഇടയിലുള്ള ഒരു പൊതുവായ രീതിയായിരുന്നു അത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങളെ ചെയ്യുമായിരുന്നു. യേശു ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ചെണ്ട കൊട്ടി നിങ്ങൾ ഭിക്ഷ കൊടുക്കുന്നു, ചെണ്ട കൊട്ടി ഭിക്ഷ കൊടുക്കുന്നു. ഇതൊക്കെ ദൈവികമല്ല, ജഡികമാണ്. അതിനെന്ത് ആത്മീക പേരിട്ടാലും അത് ദൈവത്തിൽ നിന്നല്ല. ദൈവം അതിനെ പഠിപ്പിക്കുന്നത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ ഒന്നും ചെയ്യരുത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അവിടെ നമ്മൾ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ശീമോൻ എന്നു പേരുള്ള ഒരു ആഭിചാരകൻ. വായിക്കാം, 8:9-11 വരെ. എന്നാൽ ഷീമോൻ എന്നു പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറെ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ആഭിചാരകനാണ്. താൻ മഹാനാണെന്ന് പറഞ്ഞു. മഹാനാണ്. പാപങ്ങൾക്ക് പല സ്റ്റേജസ് ഉണ്ട്. ഒന്ന്, ടെംപ്റ്റേഷൻ, പ്രലോഭനം. 2, ആ പ്രലോഭനത്തിൽ വീണുപോകുക. 3, ആ പാപത്തിൽ പ്രോഗ്രസ് ചെയ്യുക. 4, അഡിക്ഷൻ്റെ സ്റ്റേജിലേക്ക് വരിക, ആസക്തിയുടെ സ്റ്റേജിലേക്ക് വരിക. അതാണ് ഏറ്റവും അപകടകരമായ ഒരു നില. ഡിഫറെൻറ്റ് അഡിക്ഷൻസ്. നമ്മൾ പലപ്പോഴും അഡിക്ഷനെ കുറിച്ച് പറയുന്നത് മദ്യപാനവും ലഹരി മരുന്നിൻ്റെയാണ്. അതിനേക്കാളൊക്കെ എത്രയോ പവർഫുള്ളാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ. നമ്മുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ടോ? ഈ പുരുഷന്മാർ മൊബൈൽ ഫോൺ വെക്കുന്നത് എവിടെയാണെന്നറിയാമോ? പോക്കറ്റിൽ. പോക്കറ്റ് എവിടെയെന്നറിയാമോ? ഇടതുവശത്ത് എന്താണെന്നറിയാമോ? ഹൃദയം. ഹൃദയത്തോട് ഒട്ടിയിരിക്കുന്നൊരു സാധനമാണ് മൊബൈൽ ഫോൺ. അഡിക്ഷൻ. ഇവിടെ ഈ ശീമോനൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. എന്താണ്? പോപ്പുലാരിറ്റി. അവൻ എപ്പോഴും പോപ്പുലറാകണം. അപ്പോൾ അവൻ കുറേ നാൾ എന്ത് ചെയ്തു? ഒരു പ്രത്യേക പൈശാചിക ശക്തി അവനിലുണ്ട്. പൈശാചിക ശക്തി എന്നല്ല അവൻ പറയുന്നത്, ദൈവിക ശക്തി എന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ ആളുകളെ ഭ്രമിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം അവൻ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമാസിൽ ഇടണം. മാനസാന്തരപ്പെട്ടു. ദൈവസഭയെ വന്നു കഴിഞ്ഞപ്പോഴും അവൻ്റെ അഡിക്ഷനിൽ നിന്ന് അവന് പുറത്തു വരാൻ പറ്റുന്നില്ല. അവന് പണ്ട് പോപ്പുലർ ആകാൻ വേണ്ടി അവൻ ഒരു ദുഷ്ടാത്മ ശക്തിയെ കൂട്ടുപിടിച്ചു. ഇപ്പോൾ അവൻ നോക്കിയപ്പോൾ പത്രോസൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നു, അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പം പത്രോസിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ ഏർപ്പാട് കൊള്ളാലോ, ഇത് കൊള്ളാലോ, എനിക്കും കിട്ടുമോ ആ ശക്തി? എന്നിട്ട് അതിന് അവൻ കുറച്ച് ബ്രൈബും കൊണ്ടുവന്നു, കൈക്കൂലിയും കൊണ്ടുവന്നു. പത്രോസ് അവനെ ശാസിക്കുന്നു. എന്താ ശാസിക്കുന്നേ? 20-21 വാക്യത്തിൽ പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് വാങ്ങാം എന്ന് നിരൂപിച്ചതുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പരമാർത്ഥത ഉള്ളതല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. അവൻ അവിടെ പോപ്പുലറാകാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു മാർഗം ഉപയോഗിക്കുക. നമ്മുടെ ഇടയിൽ പോപ്പുലറാകാനുള്ള ഏറ്റവും നല്ല പരിപാടി ഇത് തന്നെയാണ്. ഒരു ജോലി വിട്ടിട്ട് അമേരിക്കയിലോ ഗൾഫിലോ കേരളത്തിലോ ജോലി വിട്ടിട്ട് കർത്താവിൻ്റെ വിളിക്ക് ഇറങ്ങും. പിന്നെ അത് വെച്ച് കച്ചവടമാണ്. നമ്മൾ ഒരു സിനിമാ നടിയോ സിനിമാ നടനോ പ്രശസ്തനായ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തെ വന്നു കഴിയുമ്പോൾ നമ്മൾ അയാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് അയാൾക്ക് കൊടുക്കുന്ന സ്റ്റേജാണ്. എത്രയോ സിനിമാ നടികൾ, എത്രയോ സിനിമാ നടന്മാർ ദൈവഭാഗത്തേക്ക് വന്നു. പക്ഷെ അവർ നശിച്ചു പോകാനുള്ള കാരണം നമ്മൾ വന്ന ഉടനെ അവന് മാനസാന്തരപ്പെടാനും കർത്താവിന് വളരാനും അവസരം കൊടുക്കുന്നതിന് മുൻപേ അവന് സ്റ്റേജ് കൊടുത്തു. തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അത് പഠിപ്പിക്കുന്നു. പുതിയ ശിഷ്യന്മാർക്ക് അധ്യക്ഷ സ്ഥാനം കൊടുക്കരുത്. പിശാചിന് സംഭവിച്ചാൽ
ആ കെണിയിൽ അവരും വീഴും. നമ്മളാണ് ഒരുപാട് ദോഷം ചെയ്യുന്നത്. അവൻ വരട്ടെ. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സഭയിൽ ആർക്കാണ് പ്രത്യേകതയുള്ളത്? മുഖപക്ഷം പാടില്ല. എന്തിനാണ് നമുക്ക് കൃപാവരങ്ങൾ വേണ്ടത്? ചോദിക്കണം, എന്തിനാണ് കൃപാവരം വേണ്ടത്? കൃപാവരത്തിന് വേണ്ടി ഉപവസിക്കുന്നു, കൃപാവരത്തിന് വേണ്ടി എവിടെയെങ്കിലും മീറ്റിംഗ് നടക്കുന്ന കണ്ടാൽ ഓടിപ്പോകുന്നു. എന്തിനാ കൃപാവരം കിട്ടിയിട്ട്? എന്തിനാ? ഞാൻ തിരുവനന്തപുരത്താണല്ലോ താമസിക്കുന്നത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് അധികം കൃപ നൽകണേ. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, ഞാൻ അധികം കൃപ തരാം, പക്ഷെ നീ വൈകിട്ട് ആ മാർ ഇവാനിസ് കോളേജ് വിടുന്ന സമയത്ത് ആ നാലാഞ്ചിറ ജംഗ്ഷനിൽ പോയിരുന്ന് പരസ്യമായി സുവിശേഷം വിളിച്ചു പറയാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കൃപ വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ കൃപാവരം? ആള് കളിക്കണം, സ്റ്റേജിൽ നമ്പർ കാണിക്കണം. കർത്താവ് പറഞ്ഞു, അവിടെ പോയി നീ ഒരു പരസ്യകോലമാകത്തക്ക വിധത്തിൽ അവിടെ പോയി ഒറ്റയ്ക്ക് സുവിശേഷം വിളിച്ചു പറ, ഞാൻ കൃപ തരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സ്ഥാനങ്ങളുടെയും മാനങ്ങളുടെയും പുറകെ ഓടുന്നത്? ഇത്രമാത്രം ആർത്തി എന്താണ്? കാരണം ഇപ്പോഴും നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ ആരാ? 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. കാണുവീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. ഇവിടെ യോഹന്നാൻ പറയുകയാണ്. യോഹന്നാൻ എന്തിനെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്നത്. ദൈവം തന്ന സ്നേഹം എത്ര വലുതാണ്. അപ്പോൾ ആ സ്നേഹത്തെ കമ്പയർ ചെയ്യാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന എന്താണ്? ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പദവി. എന്താ പദവി? ദൈവമക്കൾ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം കമ്പയർ ചെയ്യാൻ അത്ര വലുതായ ഒരു പദവി, അല്ല അത്ര വലുതായ ഒരു കാര്യം ആവശ്യമാണ്. അതിന് യോഹന്നാൻ എടുക്കുന്ന കാര്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി ദൈവമക്കൾ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എത്ര വലിയ സ്നേഹം! ഗ്രേറ്റ് ലവ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പദവി എത്ര വലുതാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്ഥാനങ്ങളുടെയും മാനങ്ങളുടെയും പുറകെ ഓടുന്നത്? നാം ആരാണെന്ന് ഇപ്പോഴും നമുക്കറിയുന്നില്ല. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എന്താണ് സാക്ഷ്യം? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം, നിനക്ക് വീസ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു മകനെ, നീ എത്രയും വേഗത്തിൽ അമേരിക്കയിൽ പോകും, ലണ്ടനിൽ പോകും. നമുക്കിതൊക്കെയാണ് വലിയ വലിയ പദവികൾ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള സാക്ഷ്യം, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ഒരു ദൈവ പൈതലാണ്. നീ കറുത്തവനോ വെളുത്തവനോ വലിയ ജോലിയുള്ളവനോ ചെറിയ ജോലിയുള്ളവനോ വലിയ വീടുള്ളവനോ ചെറിയ വീടുള്ളവനോ ആയിക്കൊള്ളട്ടെ, അതൊന്നുമല്ല നിന്റെ പദവിക്ക് നിദാനമാകുന്നത്. മറിച്ച് നിന്റെ ദൈവം തന്നിരിക്കുന്ന പദവി, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. യേശുവിന് ഉണ്ടായ പരീക്ഷയിൽ പിശാച് എന്താണ് യേശുവിനോട് പറയുന്നത്? നീ ദൈവപുത്രനെന്ന് തെളിയിക്ക്, ദൈവത്തിൻ്റെ മകനാണെന്ന് തെളിയിക്ക്. പിശാചിനറിയാം ആ പദവിയുടെ ഗൗരവം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രൻ എങ്കിൽ, അത് വലിയൊരു ടെംപ്റ്റേഷനാണ്. നമ്മളോട് അത് തന്നെ ചോദിക്കുന്നേ. നീ ഒരു പാസ്റ്റർ ആണെങ്കിൽ എന്തുകൊണ്ട് നീ ആ ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ക്യാൻസർ മാറിയില്ല? തെളിയിക്ക്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് തെളിയിക്കാൻ പോവാണ്. അല്ലെങ്കിൽ നീ ഇത്ര നാളായില്ലേ ആ ദേശത്ത് പോയി പ്രവർത്തിക്കുന്നത്, ഇത്രയും കുറച്ച് ആളുകൾ എന്താണ് മാനസാന്തരപ്പെട്ടത്? മറ്റൊരാളെ നോക്കുക, അയാളുടെ അടുത്ത് എത്ര പേരാണ് രക്ഷിക്കപ്പെടുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുക.
ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരാളെ മാനസാന്തരപ്പെടുത്താനല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. ഒരാളെ മാനസാന്തരപ്പെടുത്തുന്ന പണി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പണി ഞാൻ ചെയ്താൽ ദൈവത്തോട് കണക്ക് പറയണം. എനിക്ക് ആ പണി ദൈവം തന്നിട്ടില്ല. മാനസാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ഞാൻ പറയുന്നത് സുവിശേഷമാണ്. നമ്മളാണെങ്കിൽ എത്രമാത്രം പ്രലോഭനങ്ങൾ കൊടുത്ത്, സഹോദര ഇവിടെ വന്നു കഴിഞ്ഞാൽ രോഗമൊക്കെ മാറും. ആര് പറഞ്ഞു? എല്ലാവരുടെ രോഗം മാറുമോ? ഇല്ല. തീർച്ചയായിട്ടും ദൈവം സൗഖ്യദായകനാണ്, എന്നാൽ എല്ലാ രോഗങ്ങളും ദൈവം സൗഖ്യമാക്കുന്നില്ല. എന്താണ് സുവിശേഷം? തീർച്ചയായിട്ടും സുവിശേഷം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും പറയണം. ഞാൻ സുവിശേഷം പറയുമ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ആ വചനത്തെ ഉറപ്പിക്കും. അത് രണ്ടാമത് സംഭവിക്കും. പക്ഷെ പ്രശ്നം എന്താ? നമ്മൾ സുവിശേഷം തുടങ്ങുന്നത് തന്നെ രോഗം മാറുന്നതും നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നതും പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് വർഷങ്ങളായിട്ടും അവന് ആത്മീയമായി വളരാൻ കഴിയുന്നില്ല. കാര്യം എന്താ? അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ ഇതാണ്. പണ്ട് അവൻ പ്രത്യേക ഒരു അമ്പലത്തിൽ പോയിരുന്നു, അവിടെ പോകാൻ ഒരുപാട് ചിലവാണ്. ഇതാകുമ്പോൾ പുതിയൊരു ദൈവം, വലിയ ചിലവില്ല, ഇവിടെ വന്നാൽ കിട്ടും. അവിടെ അവൻ പോയത് കിട്ടാൻ വേണ്ടി, ഇവിടെ വന്നപ്പോഴും കിട്ടാൻ വേണ്ടി അവന് ക്രൂശിൻ്റെ സന്ദേശം മനസ്സിലാകുന്നില്ല. സുവിശേഷമാണ് നമ്മൾ പറയേണ്ടത്. സുവിശേഷം പറ. എന്നിട്ട് ഒരാൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വേണ്ട, അത് ദൈവം നിങ്ങളോട് ചോദിക്കത്തില്ല. എനിക്കറിയാം പലരുടെയും ജീവിതത്തിൽ പ്രശ്നം അതാണ്. അവർക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. ഞാൻ പറയുന്നത് യേശു സൗഖ്യദായകനാണെന്ന് പറയരുതെന്നോ യേശു പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണെന്ന് പറയരുതോ എന്നല്ല. ആ കേൾക്കുന്നവന് മനസ്സിലാകുന്ന ഇത് മാത്രമാണെങ്കിൽ, യേശു ക്രൂശിൽ മരിച്ചത് നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ് എന്ന് അവന് മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ സുവിശേഷം കേൾക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് പോപ്പുലറാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള സഭ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്, കേൾക്കേണ്ടത്. എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. എൻ്റെ ഭാര്യയുടെ പേര് റിജോയ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയാണ് ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളൊന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ ഓടിപ്പോയി ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ ചിരിച്ച് തള്ളിക്കളയും, അത്രേ ഉള്ളൂ. എനിക്കറിയാം. പിശാച് യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ ആലയത്തിൻ്റെ ആ അഗ്രത്തിൽ നിന്ന് ചാട്, നീ തെളിയിക്ക്. യേശു തെളിയിക്കാൻ പോയില്ല. എന്താ കാര്യം എന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവെ ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്ത് കേട്ടു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ശബ്ദം കേട്ട് 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിശാച് എന്ന് പറയുന്നത്, നീ തെളിയിക്കേ. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പദവി ദൈവത്തിൻ്റെ മകനെന്നാണ്. ഇനി സുവിശേഷ വേല ചെയ്ത് ആ പദവി തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പദവി തെളിയിക്കാനല്ല സുവിശേഷ വേല, ആ പദവി ലഭിച്ചത് കൊണ്ടാണ് സുവിശേഷ വേല. യേശു താൻ ദൈവപുത്രൻ എന്ന് കേട്ടതിന് ശേഷം താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. ഇനി ശുശ്രൂഷയിൽ തനിക്കത് തെളിയിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ആ രോഗി സൗഖ്യമായാലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഞാൻ ഒരാളോട് സുവിശേഷം പറഞ്ഞിട്ട് അയാൾ മാനസാന്തരപ്പെട്ടാലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. എന്തെങ്കിലും ചെയ്തല്ല ആ പദവി ഉണ്ടാക്കുന്നത്. ആ പദവി ദൈവം കൃപയാൽ നമുക്ക് നൽകി. നമ്മുടെ പ്രശ്നം നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏതൊരു കമ്പനിയിലും കഴിവില്ലാത്ത, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ എടുത്തിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുന്ന പരിപാടിയില്ല. ക്വാളിഫൈഡ് ആയ ആളുകളെ എടുത്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവരാജ്യത്തിൽ അങ്ങനെ തന്നെ ചിന്തിക്കുകയാണ്. ദൈവം ക്വാളിഫൈഡ് ആയ ആളുകളെ എടുത്തിട്ട് ദൈവവേലയ്ക്കാക്കി.
നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ആ ഡോക്ടർ, ആ എൻജിനീയർ, ആ IAS ഓഫീസർ മാനസാന്തരപ്പെട്ടു വന്നെങ്കിൽ എത്ര പേര് ദൈവഭാഗത്തേക്ക് വന്നേനെ. ഈ മാനസാന്തരപ്പെടാത്ത മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഫിലോസഫികളാണ് അതൊക്കെ. IAS ഓഫീസർ പറയുന്ന സുവിശേഷവും 10ാം ക്ലാസ് പാസ്സാകാത്ത ഉപദേശി പറയുന്ന സുവിശേഷവും ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു പക്ഷേ ആ IAS ഓഫീസർ കിട്ടുന്ന അവസരം നമുക്ക് കിട്ടത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. അല്ലാതെ അദ്ദേഹം IAS ഓഫീസർ ആയതുകൊണ്ടല്ല. വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, കേരളത്തിൽ അധികമില്ല, വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഭൂതബാധ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ചെന്നിട്ട് മലയാളത്തിൽ ഭൂതത്തെ ശാസിച്ചു, ഭൂതം പോയില്ല. പിന്നെ ഹിന്ദി ശാസിച്ചു, പോയില്ല. പിന്നെ പോകാനുള്ള അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ശാസിക്കും. പിന്നെ ഹീബ്രുവും ഗ്രീക്കും ഒന്നും അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതിനും ശാസിച്ചാൽ. ഇതൊക്കെ ഹീബ്രുവിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ വിഷയമാണ്. ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിൻ്റെ വിഷയമല്ലേ. നമ്മൾ ആരാ? വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സാക്ഷ്യം അതാണ്. എന്താണ്? നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്കാണ് മാനിക്കുക. പ്രത്യേകിച്ചും ദൈവദാസന്മാരെ മാനിക്കുക. എങ്ങനെ? സ്റ്റേജിൽ ഒത്ത നടുവിലൊരു ചെയർ കൊടുക്കുക. അപ്പോൾ ദൈവദാസനാണ് ഇങ്ങനെ കാത്തിരിക്കുക മാനിക്കപ്പെടാൻ വേണ്ടി. എല്ലാവരും എന്നെ മാനിച്ചോ എന്ന് പറഞ്ഞ് ദൈവദാസൻ കാത്തിരിക്കുക. ഇവിടെ പത്രോസ് പറയുകയാണ്, ഒരു കാലത്ത് മാനത്തിനും ബഹുമാനത്തിനും വേണ്ടി ഓടി നടന്നിരുന്ന പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, വർഷങ്ങൾ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് പക്വതയുള്ളൊരു വിശ്വാസിയായി തീർന്ന, ഒരു ദൈവദാസനായി തീർന്ന പത്രോസ് എഴുതുമ്പോൾ പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ യേശുവിന് മാനം ലഭിച്ചു. നിങ്ങൾക്കും എനിക്കും ദിവസത്തിൽ നിരന്തരമായി മാനം ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെയാ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പറയുകയാണ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഓ, ഇനി അതിനേക്കാൾ വലിയ പദവി എനിക്ക് എന്താ വേണ്ടേ? അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ ഓടുന്നത്. ആർത്തി പിടിച്ചോടുകയാണ്. ചില സമയത്ത് മാർക്കറ്റിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ബാഗിലുള്ള മീനിൻ്റെ മണം പിടിച്ച് ഈ പട്ടിയും പൂച്ചയൊക്കെ ഒന്ന് കാണിക്കുന്നൊരു വെപ്രാളമുണ്ട്. അതുപോലെ പദവിക്കും സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ എന്താ കാര്യം? ഇപ്പോഴും നമുക്ക് ലഭിച്ച പദവി എന്താണെന്ന് നമുക്ക് തിരിച്ചറിവില്ല. എന്താണ് നമ്മുടെ പദവി? വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എൻ്റെ ഉള്ളിലുള്ള ശൂന്യത നികത്താൻ ഉപയോഗിക്കുന്ന അടുത്തൊരു കാര്യം, ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിക്കുക. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാകുന്നു, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. നമ്മളോടാണ് ഒരു പെൺകുട്ടി ഇത് ചെയ്യുന്നെങ്കിൽ, നമ്മൾ പോകുന്ന വഴിയിൽ നിന്നൊരു പെൺകുട്ടി ഇത് വിളിച്ചു പറയുകയാണെങ്കിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ഒരു മീറ്റിങ്ങിൽ പോകുകയാണെന്ന് ഇരിക്കുക, അപ്പോഴായിരിക്കും ഈ പെൺകുട്ടി ഇത് പറയുന്നത്. നമ്മളെന്ന് പറയും, നോക്ക്, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന ഒരു അവസ്ഥ നോക്ക്. ഞാൻ വരുന്ന വഴി ഒരു പെൺകുട്ടി വിളിച്ചു പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവർക്ക് ചെവി കൊടുക്കുവിൻ. ഇതാരാ വിളിച്ചു പറയുന്നത്? ഭൂതം.
ഭൂതമാണ് വിളിച്ചു പറഞ്ഞത്. നമുക്ക് ഭൂതം പറഞ്ഞാലും കുഴപ്പമില്ല, ഏത് പിശാച് പറഞ്ഞാലും കുഴപ്പമില്ല, പൊക്കി പറഞ്ഞാൽ മതി, സന്തോഷമായി. പക്ഷേ അടുത്ത വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. 18ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു പൗലോസ് മുഷിഞ്ഞു. ഈ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ പൗലോസിന് ഉണ്ടായത് സന്തോഷം, മുഷിപ്പാണ്. നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്, പൗലോസിനെ ദേവനെന്ന് കണ്ടിട്ട് ആളുകൾ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വസ്ത്രം കീറി അവരുടെ ഇടയിലേക്ക് ഓടി വന്ന് നിലവിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ വ്യർത്ഥ കാര്യങ്ങൾ ചെയ്യുന്നത്? യഥാർത്ഥ ഭക്തന്മാർക്ക് അവരെ പുകഴ്ത്തി പറയുന്നതിലൊന്നും വലിയ സന്തോഷമില്ല. കാര്യം എന്താണെന്നറിയാം? അവർക്കറിയാം അവരാരാണ്. യാതൊരു പുകഴ്ചയും മഹത്വവും ലഭിക്കാൻ യോഗ്യതയില്ലാത്ത പൊടികളാണെന്ന് അവർക്കറിയാം. എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ക്രിറ്റിസിസം പറയുമ്പോൾ വാടിപ്പോകുന്നതെന്നറിയാമോ? നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ എന്നോട് ഒരാൾ പറയാണ് നല്ലതായിരുന്നു ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഒരാൾ എന്നോട് പറയാണ് എന്തൊരു ബൈബിൾ സ്റ്റഡി ആയത്, അപ്പോഴേക്കും എൻ്റെ ഗ്യാസ് പോയി. നമ്മളെ ആരെങ്കിലും പൊക്കി പറയുമ്പോൾ നമ്മൾ പൊങ്ങിപ്പോകുന്നു. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും താഴ്ത്തുമ്പോൾ ആ പൊക്കത്തിൽ നിന്നുള്ള വീഴ്ച വലിയ ആഘാതം ഉണ്ടാക്കുന്നു. നമ്മളെ പൊക്കുമ്പോൾ പൊങ്ങിയില്ലെങ്കിൽ നമ്മളെ താഴ്ത്തുമ്പോൾ നമ്മൾ വീഴത്തുമില്ല. നമ്മളെപ്പോഴും ഓർക്കണം നമ്മൾ ആരാ. ഇപ്പം നമ്മൾ അനേകർ മാനസാന്തരപ്പെടാൻ കാരണമായി തീരുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എന്നിലൂടെ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ ദൈവത്തിന് മാത്രമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ മഹത്വം ഞാൻ വേറെ ആർക്കും വിട്ടുകളായി കൊടുക്കില്ല. നമ്മളാ സാധാരണ പറയുന്നത് വേറെ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ അടിച്ചു മാറ്റും. വേറെ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പറയും നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആകെ വിട്ടുകൊടുക്കുന്ന എനിക്ക് മാത്രം. ഇല്ല, എനിക്ക് വിട്ടുതരത്തില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം. കർത്താവിൻ്റെ വാക്കുകളാണ്. പക്ഷെ നമുക്ക് വലിയ സന്തോഷമാണ്. ആൾക്കാർ പുകഴ്ത്തി പറയാൻ വേണ്ടി എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെ നിന്ന് അഭിനയം ഉണ്ടാകുന്നതറിയാം? അഭിനയം, ഹിപ്പോക്രസി. നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്തുകൊണ്ടാണ് ആ സംഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്? കാരണം അന്നത്തെ സമയത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് രേഖപ്പെടുത്തിയത്. ബർന്നബാസ് എന്ന് പേരുള്ള കുപ്രോസ് ദ്വീപുകാരനായ ഒരു മനുഷ്യൻ തനിക്കുണ്ടായ സ്വത്തെല്ലാം വിറ്റു. ആ പണം മുഴുവൻ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു. ആ കൂട്ടത്തിൽ അനന്യാസും സഫീറയും എന്ന് പറയുന്ന രണ്ടുപേരുണ്ട്. ഭയങ്കര താല്പര്യം. എന്താണ്? ആ ബർന്നബാസിന് കിട്ടിയതുപോലെയുള്ള ഒരു കയ്യടി എനിക്കും കിട്ടണം. ബർന്നബാസ് കയ്യടിക്ക് വേണ്ടിയല്ല ചെയ്തത്. ബർന്നബാസിന് അതിനെക്കുറിച്ച് താല്പര്യമുണ്ടായി. ബർന്നബാസ് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്തു? 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കുമ്പോൾ നിന്റേതായിരുന്നു അല്ലയോ? വിറ്റ ശേഷം നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്?
മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അവർ ചെയ്ത പ്രവൃത്തിയോട് ബന്ധത്തിൽ പറയുന്ന വാക്ക് വ്യാജം. എന്താ സംഭവം? ഇവർക്ക് ബർന്നബാസിന്റെ പോലെ ഒരു പേരുണ്ടാകണം. എന്താണ്? സ്വത്ത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലിൽ വെച്ചവൻ. ആദ്യം വെച്ച ആള് ബർന്നബാസ്, രണ്ടാമത് വെച്ചത് അനന്യാസ് സഫീർ എന്ന് പേര് കിട്ടണം. പക്ഷെ അവരെന്ത് ചെയ്തു? അതിൽ കുറച്ച് അടിച്ചു മാറ്റി. അവ പത്രോസ് ചോദിക്കുന്ന വാക്കുണ്ട്, അത് വിൽക്കുന്നതിന് മുമ്പ് നിന്റേതാണ്, വിറ്റിന് ശേഷം നിന്റെയാണ്. എന്തിനാ? നിനക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ നിയമമുണ്ടോ? സകലതും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലിൽ വെക്കുന്ന നിയമമൊന്നുമില്ല. അത് ദൈവത്തോടുള്ള സ്നേഹ നിമിത്തവും ദൈവത്തിന്റെ ആത്മാവിനുള്ള ഗൈഡൻസ് നിമിത്തം ചെയ്തു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് പേര് കിട്ടണം, എന്നാൽ ചെയ്യാൻ താല്പര്യമില്ല. അതിൽ കുറച്ച് എടുത്തു മാറ്റി. പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചത് എന്താണ്? വ്യാജമുണ്ടാകുന്നത് എനിക്ക് മറ്റുള്ളവരാൽ മാനം ലഭിക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? കാപട്യം കാണിച്ചു, അഭിനയിക്കാൻ തുടങ്ങി. അവരുടെ തനിമ നഷ്ടപ്പെട്ടു. അവർ വേറെ എന്തോ ആണ് എന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി ഇവര് മുഴുവൻ കൊണ്ട് വെച്ച് വിചാരിക്കാം. മുഴുവൻ കൊണ്ട് വെച്ചപ്പോൾ പത്രോസോ യോഹന്നാനോ ഒന്നും അതേക്കുറിച്ച് പറയുന്നില്ല. ശരി സഹോദരി, ദൈവം സഹായിക്കട്ടെ, എന്നാ പോയിക്കോളൂ എന്ന് പറഞ്ഞെങ്കിൽ എന്തോ ഒരു വിഷമമായി പോയനെ. പിന്നെ പോകുന്ന വഴിക്ക് അവർ പറഞ്ഞേനെ, അറിഞ്ഞായിരുന്നോ ഞങ്ങൾ സ്ഥലം വിറ്റെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതുപോലെ അടുത്തത്, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് ആളാകാമെന്ന് പറ്റിയാൽ അത് ചെയ്യാനും അറിയത്തില്ല. പിന്നെ അവസാനം ചെയ്തൊരു പരിപാടിയുണ്ട്, സ്വന്തം അഭിപ്രായം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് എൻകറേജ് ചെയ്യണ്ടേ, സെൽഫല്ല. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിധിച്ചാലും അത് ശരിയാകത്തില്ല. കാര്യം നമുക്ക് നമ്മെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് അതിനേക്കാൾ കുറവേ അറിയൂ. എല്ലാം അറിയുന്ന ദൈവം മാത്രമാണ്. ദൈവം ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ഭാഗികമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് കൂടെ ചിന്തിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും 1 ശമൂവേൽ 18-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി ശൗൽ രാജാവാണ്. ഒരിക്കൽ ദാവീദ് ഒരു ഇടയ ചെറുക്കൻ, ഒരു ബാലനാണ്. അവൻ, ബാലൻ എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് ബാലനൊക്കെ ആകുന്ന ഒരു പ്രായം. അവൻ ഗോലിയാത്തിനെ കൊന്നിട്ട് വരികയാണ്. വരുന്ന സമയത്ത് ആ നാട്ടിലെ സ്ത്രീകൾ ഒരു പാട്ടുപാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അവരുടെ കണക്കൊന്ന് പിഴച്ചു. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, 8-ാമത്തെ വാക്യം, 18-ന്റെ 8. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. എപ്പോൾ? തനിക്ക് ലഭിക്കേണ്ട സംഖ്യ ലഭിക്കാതിരുന്നപ്പോൾ, തനിക്ക് കിട്ടേണ്ടിയിരുന്ന മാനം കിട്ടാതിരുന്നപ്പോൾ. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും 2 പേഴ്സണാലിറ്റി ഉണ്ട്. ഒന്ന് റിയൽ പേഴ്സണാലിറ്റി, എന്നാൽ ഇതിനെ നമ്മൾ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഇമാജിനറി പേഴ്സണാലിറ്റി. ഇമാജിനറി പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായി? സാങ്കല്പിക വ്യക്തിത്വം എങ്ങനെ ഉണ്ടായി? സങ്കല്പിച്ചുണ്ടായി. നമ്മുടെ സങ്കല്പം എന്തൊക്കെയാണ്? ഏറ്റവും നന്നായി
ബൈബിൾ സ്റ്റഡി എടുക്കുന്നത് ബിജു. ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത് ബിജു. ഏറ്റവും നന്നായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ബിജു. അങ്ങനെ ഞാൻ സങ്കല്പിച്ച് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കി. എപ്പോഴാണ് കോപിക്കുന്നതെന്നറിയാമോ? ആരെങ്കിലും ഈ ഇമാജിനറി സാങ്കല്പിക വ്യക്തിത്വത്തെ തൊടാൻ ശ്രമിച്ചാൽ നമ്മൾ കോപിക്കും. ബിജു, നീ പറയുന്ന വാക്കുകളിൽ പലപ്പോഴും അഹങ്കാരം മുഴച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയ സങ്കല്പമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തു വീണു. എനിക്ക് കോപമായി. സാധാരണ ഭാര്യമാരുടെ ഇടയിൽ നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മളറിയാം. എന്നെങ്കിലും ഒരു ഭർത്താവ് പറയുകയാണ്, ഓ ഇന്നാളുണ്ടാക്കിയ സാമ്പാർ തീർന്നു, ജീവിതം മലയാളത്തിൽ പറഞ്ഞ കട്ടപ്പുകയായി. ഒരു ആൻറ്റി ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, മോനെ മക്കളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാനൊരു 5 ദിവസം കഴിയുമ്പോൾ വരും. ഈ 5 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ മക്കൾ ഈ ഫ്രിഡ്ജിൽ നിന്നൊന്നും തൊട്ടിട്ടില്ല. അവരെല്ലാം സെപ്പറേറ്റ് അവർക്കായിട്ടുള്ള ഫുഡ് അവർ തന്നെ ഉണ്ടാക്കി. അതോടുകൂടി ഈ ആൻറ്റിയുടെ സന്തോഷമൊക്കെ പോയി. കാര്യം എന്ന് പറയുമ്പോൾ ഇത്ര നാൾ ആൻറ്റി ചിന്തിച്ചിരുന്നത് ഞാനില്ലെങ്കിൽ ഇവരാരും ജീവിക്കത്തില്ലെന്നാണ്. അപ്പോൾ ഇപ്പോൾ ആൻറ്റിക്ക് മനസ്സിലായി ഞാനില്ലെങ്കിലും കാര്യം നടക്കും. അതോടുകൂടി ആൻറ്റിയുടെ വിലയും പോയി, നിലയും പോയി, ഇടിഞ്ഞു പൊളിഞ്ഞെല്ലാം താഴെ വീണു. ഇമാജിനറി പേഴ്സണാലിറ്റി. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ദൈവം ചെയ്ത് ഇതിനെ പൊളിക്കാനാണ്. ഇമാജിനേഷനിലുള്ളത് പൊളിക്കാനാണ്. പക്ഷേ നമ്മൾ എന്ത് വില കൊടുത്തു അതിനെ എതിർക്കും. പ്രവാചകന്മാർ, യഥാർത്ഥ പ്രവാചകന്മാരെ നമ്മൾ കല്ലെറിഞ്ഞു കൊല്ലുന്നു. കാരണം അവരുടെ പണി ഇത് പൊളിക്കലാണ്. ഇത് രഹസ്യമായി അകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ? റിയൽ ബിജു, റിയൽ പേഴ്സണാലിറ്റി. ഞാൻ നല്ല പാട്ടുകാരനാണല്ലോ, നല്ല സ്നേഹമുള്ളവനാണല്ലോ, കരുണയുള്ളവനാണല്ലോ, ദീർഘക്ഷമയുള്ളവനാണല്ലോ. ഇമാജിനേഷനിൽ അമേരിക്കയിൽ പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വീസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, പൈസ വേണ്ട. ഇമാജിനേഷനിൽ എന്തൊക്കെ ചെയ്യാം. ശൗല് ഇമാജിനറി പേഴ്സണാലിറ്റിയിൽ ജീവിച്ചൊരു മനുഷ്യരാണ്. എന്തായിരുന്നു തൻ്റെ ഇമാജിനേഷൻ? ഞാൻ 10,000 ഞാനാണ് ഇസ്രായേൽ ആദ്യത്തെ രാജാവ്, അതുകൊണ്ട് ഞാൻ 10,000. ബാക്കി എല്ലാവരും 1, 2, 3, 4. ഒരുപക്ഷെ ശമൂവേൽ പ്രവാചകനായതൊരു ശമൂവേൽ ഒരു 100 കൊടുത്തു. എന്നാലും 10,000 ഇവിടെ കിടക്കുന്നു, 100 ഇവിടെ കിടക്കുന്നു. അപ്പോഴാണ് പാവപ്പെട്ട പെണ്ണുങ്ങളൊരു പാട്ട് പാടി. എന്ത് പാടി? ശൗല് 1000, ദാവീദ് 1 0 കൂടി പോയി, തീർന്നു. അടുത്ത വാക്കെന്താണെന്നറിയാമോ? നമ്മൾ വായിക്കുന്നേ 9ാമത്തെ വാക്യം. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് അസൂയ തുടങ്ങി. അസൂയ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രോഗ്രഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കും, അത് വളർന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ വീടിൻ്റെയും നമ്മുടെ കഴുത്തിലും തൂക്കാവുന്ന ഒരു ബോർഡിൻ്റെ പേരാണ് നരകം. ഇവിടെ ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട്, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? 11ാമത്തെ വാക്യം. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗല് കുന്തമെറിഞ്ഞു. ശൗലിൻ്റെ കയ്യിൽ കുന്തം. എപ്പോഴും ഏറാണ്. വാക്കുകൊണ്ടായിക്കൊള്ളട്ടെ, പ്രവൃത്തി കൊണ്ടായിക്കൊള്ളട്ടെ, നമ്മൾ അടിച്ചിരുത്താൻ നോക്കുന്നു, കുത്താൻ നോക്കുന്നു. ദാവീദ് എന്താ ചെയ്യുന്നത് അറിയാമോ? കിന്നരം വായിക്കുന്നു. 2 പേരുടെ പിക്ചറാണ്. ഇമാജിനറി പേഴ്സണാലിറ്റിയിൽ ജീവിക്കുന്ന ശൗലിൻ്റെ കയ്യിൽ ഇപ്പോൾ കുന്തം. എപ്പോൾ കുത്താൻ പറ്റും, എപ്പോൾ കൊല്ലാൻ പറ്റും? അസൂയ. എന്നാൽ റിയൽ പേഴ്സണാലിറ്റിയിൽ ജീവിക്കുന്ന ദാവീദിൻ്റെ ഉള്ളിലാകട്ടെ സമാധാനം. അതുകൊണ്ട് അവൻ കിന്നരം വായിക്കുകയാണ്, പാട്ട് പാടുകയാണ്. സമാധാനം നമ്മുടെ ചോയ്സാണ്, നരകം നമ്മുടെ ചോയ്സാണ്. ഈ സ്വർഗം ഇപ്പോഴേ തുടങ്ങി എന്ന് പറയുമ്പോൾ നരകം ഇപ്പോഴേ തുടങ്ങി. നിങ്ങളുടെ ഭാര്യയല്ല നരകമാക്കിയത്, ഭർത്താവല്ല നരകമാക്കിയത്, മക്കളല്ല നരകമാക്കിയത്. നരകമാക്കിയത് നിങ്ങളുടെ ചോയ്സാണ്. എന്താണ്? ഇമാജിനറി പേഴ്സണാലിറ്റി ജീവിക്കണമോ റിയൽ പേഴ്സണാലിറ്റി ജീവിക്കണമോ? ശുശ്രൂഷയിൽ
നമ്മൾ മിടുക്കനായ പ്രസംഗൻ, മിടുക്കനായ ബൈബിൾ ടീച്ചർ, മിടുക്കനായ പാസ്റ്റർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഒറ്റ വാക്കിൽ ഒലിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. ആ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് ഈ നമ്മൾ പറയുന്ന അധ്വാനമൊന്നുമല്ല. ആ കോണ്ടെക്സ്റ്റിൽ പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരപ്പെടുന്നവരും എന്ന് പറയുന്നത് ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ ഉണ്ടാകുന്ന പ്രശ്നം. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായിരിക്കുന്നത് കൊണ്ട് എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ താഴ്മയോടെ പഠിക്കാതെ ഇമാജിനേഷനിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ചുമക്കുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു പിക്ചറാണ് ശൗല് രാജാവാണ്. രാജസിംഹാസനത്തിലിരുന്ന് നല്ല കാലാവസ്ഥയിലിരുന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കേണ്ട ആളിപ്പോൾ ദാവീദ് പോകുന്നതിൻ്റെ പുറകെ കാട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, വേട്ടക്കാരനെ പോലെ. എന്താ കാര്യം? ഇമാജിനറി പേഴ്സണാലിറ്റി. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരാണ്? ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ലഭിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇനി അതിനേക്കാൾ വലിയ പദവി ലഭിക്കാനില്ല. ദൈവവേല ചെയ്തിനി ഒരു പദവി ഉണ്ടാക്കണ്ട. ദൈവവേലയിൽ നടക്കുന്ന മത്സരങ്ങൾ, കുതികാല് വെട്ടുകൾ, വഴക്കുകൾ, അസൂയയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ദൈവത്തിൽ നിന്നല്ല. ഞാൻ ആരാണെന്നറിയാത്ത ഒരു പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇമാജിനറി പേഴ്സണാലിറ്റി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇത് പൊളിയട്ടെ. എൻ്റെ റിയൽ പേഴ്സണാലിറ്റി, അതാണ് ദൈവം കാണുന്നത്. അത് കാണാൻ നാം തയ്യാറാകുക. അവിടെയാണ് അനുതാപം ഉണ്ടാകുന്നത്. അനുതാപമുള്ളിടത്താണ് ദൈവം കൃപ പകരുന്നത്.